നമസ്കാരം. വേദജ്യോതിഷത്തിൽ ഏറ്റവും നിഗൂഢമായ ഗ്രഹമായിട്ട് കണക്കാക്കുന്നത് രാഹുവിനെയാണ്. എന്തുകൊണ്ടാണ് ഈ നിഗൂഢ ഗ്രഹമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കാണാനാകാത്ത ഒരു നിഴൽ ശക്തിയാണ് ഈ രാഹു എന്ന ഗ്രഹം. പക്ഷേ ഈ ഗ്രഹം നമ്മുടെ ജീവിതത്തെ തന്നെ തലകീഴായി മാറ്റാൻ കഴിവുള്ള ശക്തനായ ഗ്രഹമാണ് എന്നതും നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ചിലരുടെ ജീവിതത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഉയർച്ച വന്ന് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അതേപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില പരീക്ഷണങ്ങളിലേക്ക് തള്ളിയിട്ടു എന്നും കിട്ടിട്ടില്ലേ? അതായത് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കും താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും എന്ന് തന്നെ സാരം. അപ്പോൾ ഇതിന് കഴിവുള്ള ഗ്രഹമാണ് രാഹു. നിഴൽ ഗ്രഹമാണ്, അദൃശ്യനാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു മനുഷ്യനെ ഏറ്റവും ഉയർച്ചയിലെത്തിക്കാനും ഉയർച്ചയിലിരിക്കുന്ന ഒരാളെ നിഷ്പ്രയാസം താഴെ എത്തിക്കാനും രാഹു എന്ന ഗ്രഹത്തിന് കഴിയുന്നതാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് 2026 മെയ് 31 സംഭവിക്കാൻ പോകുന്നതായ അതീവ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാറ്റത്തിനെ കുറിച്ചാണ്. അതായത് ഈ രാഹു ശതഭിക്ഷ നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിൽ നിന്നും 1ാം പാദത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു. അതായത് ഏകദേശം ഒരു 64 ദിവസത്തേക്കാണ് ഈ സ്ഥിതി ഇങ്ങനെ തുടരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 3 രാശിക്കാർക്ക് അത്ഭുതകരമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ, ധനസമ്പാദനത്തിന്, ബിസിനസ് ചെയ്യുന്നതിന്, അംഗീകാരങ്ങൾ ലഭിക്കുന്നതിൽ, കുടുംബ സൗഖ്യം വന്നു ചേരുന്നതിനൊക്കെ ഈ ഒരു മാറ്റം വലിയ തുണയായി മാറുന്നതാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർക്കിനി എന്തൊക്കെ ഗുണങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ ഭാഗ്യരാശി തന്നെ മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം, ഇങ്ങനെ 3 നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അടുത്ത 64 ദിവസങ്ങൾ വളരെ ശ്രദ്ധേയമായ സമയമായിരിക്കും. എന്തെന്നാൽ തൊഴിൽപരമായി, അതായത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്ത് ഉപജീവനം നടത്തുന്നത്, ആ കർമ്മവുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്ന ചില മാറ്റങ്ങൾ സംഭവിക്കും. സ്ഥാനക്കയറ്റമാകാം, അതല്ലെങ്കിൽ ജോലി കാത്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നതാകാം, അതല്ലെങ്കിൽ ശമ്പള വർധനവാകാം. ഇതുപോലെയുള്ള ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യത കൂടുതലായിട്ട് വന്നു ചേരും. പ്രത്യേകിച്ച് പറയുമ്പോൾ IT മേഖല, മീഡിയാസ്, മാർക്കറ്റിംഗ്, ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒരു വേഗത്തിൽ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച തീർച്ചയായിട്ടും വന്നു ചേരും. അതേപോലെ തന്നെ തടസ്സപ്പെട്ട ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകുന്നതിനും ഇതുവഴി സാധ്യമാകും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വലിയ ഡീലൊക്കെ ഉറപ്പിക്കാനും അതുവഴി സാമ്പത്തികമായൊരു നേട്ടം, മെച്ചം ഒക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇനി പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്ന്, അതായത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും സമയം അനുകൂലമാകും. പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ഇനി വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനും വിജയസാധ്യത വന്നു ചേരും. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് രാഹു ഗുണം തരുമ്പോഴും അഹങ്കാരം ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നവൻ, അത് വലുതോ ചെറുതോ ആകട്ടെ, അവനെ വലിയവൻ ചെറുതേവൻ എന്ന് കാണാനല്ല, മനുഷ്യനാണ് നമ്മളെല്ലാം എന്ന് മനസ്സിലാക്കി വേർതിരിവുകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇവിടെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് 31-ാം തീയതി മുതൽ സംഭവിക്കുന്നതാണ്. ഇനി 2ാമത്തെ രാശി ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയാണ്. അപ്പോൾ തുലാം രാശിക്കാർക്കും ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ കാലഘട്ടം തന്നെ തുടങ്ങുകയാണ്. ജോലിസ്ഥലത്താണെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കും, അധികാരം ലഭിക്കും, സ്വാധീനങ്ങളൊക്കെ വർദ്ധിച്ച് വന്നു ചേരും. ഇതുവരെ നിങ്ങളെ അവഗണിച്ചിരുന്നതായ ആളുകൾ, അത് കുടുംബത്തിനകത്താകാം അല്ലെങ്കിൽ പുറത്താകാം, എങ്ങനെയായാലും അവർ നിങ്ങളെ ഇനി ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സമയമുണ്ടാകും. സാമ്പത്തികമായി വളരെ മെച്ചമുണ്ടാകും. തടസ്സപ്പെട്ട പണമൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും. അതേപോലെ ഭൂമി സംബന്ധമായി നേട്ടം, ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലാഭത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടും. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാൻ, അതേപോലെ പുതിയ വാഹനം വാങ്ങാനോ ഉള്ള വാഹനം ഒന്ന് കൊടുത്ത് പുതിയത് മറ്റൊന്ന് വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ടാകും. വീട് മൂടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ പ്രണയ ജീവിതത്തിലും നല്ല മാറ്റങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ വീട്ടിൽ
വീട്ടിലെ ആളുകളുമായി നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന എന്തെങ്കിലും നേരെയുള്ള അകലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞ് ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലും അകലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഒറ്റയ്ക്കായിരുന്നവർക്കും പുതിയ ചില ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ആ ബന്ധങ്ങൾ നിമിത്തം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം ഇതൊക്കെ വന്നു ചേരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കുമുണ്ട്. അതായത് അമിത വിശ്വാസം ആരോടും കാണിക്കരുത്. പ്രത്യേകിച്ച് പണവുമായി ബന്ധപ്പെട്ട്. പണമെന്ന് മാത്രമല്ല, ഓവർ വിശ്വാസം മറ്റൊരാളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. അത് പലപ്പോഴും വിനയായി മാറാറുണ്ട്. അത് ഈ ഒരു സമയം, ഈ ഒരു 64 ദിനങ്ങൾ 31-ാം തീയതി മുതൽ തുടങ്ങുന്ന 64 ദിവസങ്ങൾ അമിതമായ ആരോട് രഹസ്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ രഹസ്യങ്ങൾ കേൾക്കാനോ അസൂയ പറയാനോ കുശുമ്പ് പറയാനോ ഒന്നും പോകാതിരിക്കുക. പിന്നീട് ചിലപ്പോൾ അത് നമുക്ക് തന്നെ വിനയായി മാറാൻ സാധ്യതയുണ്ട്. കാരണം രാഹു ചിലപ്പോൾ പുറത്തു കാണുന്നത് പോലെ ആയിരിക്കില്ല ആ സമയത്ത് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളൊരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുമ്പോൾ ആ കാര്യത്തെ വിശ്വസിക്കുന്നു. പക്ഷേ ഈ സമയത്ത് മായ കാണിക്കും രാഹു ചിലപ്പോൾ. അപ്പോൾ ഈ പറയുന്ന ആൾ ഉള്ളത് മറച്ചു വെച്ചിട്ട് നമ്മളോട് പറയുക, അതായത് സത്യത്തെ പെടുന്ന ഒരവസ്ഥ. സത്യമായിരിക്കില്ല ആ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അത് നമ്മൾ വിശ്വസിച്ച് ചിലപ്പോൾ പണം ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൈ കിടന്ന വള 2 ദിവസം കഴിഞ്ഞ് എടുത്തു തരാം എന്ന ധാരണയിൽ പണയം വെക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം എടുത്തു കൊടുക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനോ നമ്മുടേതായ രഹസ്യ വിവരങ്ങൾ, അത് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ധന സോഴ്സിനെ കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേതായ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജ്യോതിഷി പറഞ്ഞു തന്ന ജീവിത ഗുണങ്ങൾ വന്നു ചേരുന്ന മാർഗങ്ങളെക്കുറിച്ചാകട്ടെ, ഏതാകട്ടെ ആരുമായും 64 ദിവസങ്ങൾ ഉണ്ട്. ആ ദിവസങ്ങളിൽ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴായാലും അത് ഈ ഒരു രാശിയെന്നല്ല, എല്ലാവരും രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ജീവിതത്തിൽ ഉത്തമം. അതുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത 3ാമത്തെ രാശി നമുക്ക് നോക്കാം. അത് കുംഭം രാശിയാണ് വരുന്നത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത്. അവർക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു ഉയർച്ച സംഭവിക്കാം. അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളോ എനിക്കത് ഒട്ടും നടക്കത്തില്ല, ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്തവനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ കയ്യിലേക്ക് വന്നു ചേരുന്നതായ ആ ഒരു ഭാഗ്യം ഉണ്ടാകുന്ന സമയം. ഒരുപാട് നാളായിട്ട് പരിശ്രമിച്ചിട്ടും അംഗീകാരം കിട്ടാതെ ഇരുന്ന പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടാൻ കാത്തിരുന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു അനുമതി കിട്ടാൻ കാത്തിരുന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്വയമേ ഒരു ആത്മധൈര്യം ഉണ്ടാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങളുണ്ടാകും. ഏതായാലും നടന്നു കിട്ടുന്ന സമയമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ ഉണ്ടാകാനും അതുവഴി പ്രമോഷൻ ഉണ്ടാകാനും ശമ്പള വർധനവൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്താണെങ്കിലും വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതേപോലെ ഓൺലൈൻ ബിസിനസ്സൊക്കെ ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടത്തുന്ന ആളുകളാണെങ്കിലും അതിലൊരു മെച്ചമൊക്കെ ഉണ്ടാകും. വിദേശ ബന്ധമുള്ള ജോലി ലഭിക്കാൻ, വിദേശത്തേക്ക് പോകാൻ, വിദേശ ധന സമ്പാദനം അതിനുള്ള യോഗമൊക്കെ ഉണ്ടാകും. ടെക്നോളജി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ട്രേഡിങ് മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നല്ല രീതിയിലുള്ളൊരു മാറ്റം, ഒരു ഉയർച്ച ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ കുടുംബജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയതായ സമാധാനം ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചു വരുന്നതാണ്. മനസ്സിലേറെ നാളായി ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച്, അതും അല്ലെങ്കിൽ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നത്, അതായത് മനസ്സിനെ തളർത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മനസ്സിനെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരുന്നതായ ചിന്തകൾക്ക് ഒരു വിരാമം തീർച്ചയായും വന്നു ചേരും. പുതിയ വീട്, വാഹനം, അതല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു പുതിയ തുടക്കം വരെ വന്നു ചേരാനുള്ള സാധ്യത 64 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മുന്നറിയിപ്പ് എന്നതുപോലെ എനിക്ക് പറയാനുള്ളത്, രാഹു ഗുണം തരുന്നത് സത്യം തന്നെയാണ്, എങ്കിലും അമിത വേഗത്തിൽ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള നിക്ഷേപങ്ങൾ, അതേപോലെ പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയും, പരിചയമില്ലാത്ത ആളുകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഓൺലൈൻ കാര്യങ്ങളിൽ ചെന്നുപെടുക, അതായത് ഓൺലൈൻ തട്ടിപ്പുകളിൽ അതിലൊക്കെ ചെന്ന് 10 ഇട്ടാൽ 100 കിട്ടും എന്ന രീതിയിലുള്ള ചില പണം ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്നും ചെന്ന് പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അറിയാമല്ലോ, ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, രാഹു ഒരു നിഴൽ ഗ്രഹമാണ്, അല്ലെങ്കിൽ രാഹു ഒരു മായാജാലം കാണിക്കുന്ന ഗ്രഹമാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ഭ്രമം തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് തോന്നും അത് ചെയ്താൽ ശരിയാണ്, അല്ലെങ്കിൽ അതെനിക്ക് വലിയ ഭാഗ്യം തരുമെന്നത് തോന്നലുണ്ടാക്കും, മായ ഉളവാക്കും, ഒരു മാജിക് ഉണ്ടാക്കും, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മായാഗ്രഹമാണ് രാഹു. അതിനാൽ തന്നെ ഓരോ തീരുമാനങ്ങളും ആലോചിച്ചെടുക്കുക, എടുത്തു ചാടാതെ ഭാഗ്യത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ എടുത്തു ചാടി ഓവർ കോൺഫിഡൻസ് കാണിച്ച് കുഴിയിൽ ചാടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ
രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കൂടി നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. അതായത് നമ്മളെ കൊണ്ട് രാഹു കുഴിയിലൊന്നും ചാടിക്കാതിരിക്കാൻ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കേണ്ടതായിട്ടും ഉണ്ടല്ലോ. അതിനെന്താണ് വേണ്ടത്? ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാവിലെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ഓം നമഃ ശിവായ മന്ത്രോച്ചാരണം തന്നെ അങ്ങോട്ട് ജപിച്ചാൽ മതി. രാഹു ഏതെങ്കിലും രീതിയിലുള്ള നമുക്കെതിരെ പ്ലാനിങ് നടത്തുന്നുണ്ടെങ്കിലും അതിനെ തകർക്കാൻ മഹാദേവന് തന്നെയാണ് സാധിക്കുന്നത്. അതതുപോലെ ശനിയാഴ്ച അല്ലെങ്കിൽ അഷ്ടമി ദിവസങ്ങളിലൊക്കെ കാലഭൈരവ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനമൊക്കെ നടത്താവുന്നതാണ്. പിന്നെ ദാനധർമ്മങ്ങൾ അതും നല്ല ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ അതായത് കറുത്ത എള്ള്, കടുക്, എണ്ണ, കറുത്ത വസ്ത്രം, ഇതൊക്കെ കറുപ്പക്കുട ഒക്കെ ദാനം ചെയ്യുന്നതും രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അതേപോലെ കറുത്ത നായ്ക്ക് റൊട്ടി കൊടുക്കുന്നതും അതേപോലെ തന്നെ പക്ഷികൾക്ക് ജലം, ഭക്ഷണം ഇതൊക്കെ കൊടുക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് ചെറുതാണ്, എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നതെന്ന്. ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നതും മനസ്സിലാക്കുക. ജ്യോതിഷത്തിൽ ഈ ചെറിയ പരിഹാരങ്ങളായിരിക്കും നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മെയ് 31 മുതൽ ആരംഭിക്കുന്ന ഈ രാഹു നക്ഷത്ര മാറ്റം ഈ പറഞ്ഞിരിക്കുന്ന 3 രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങളും മാറ്റങ്ങളുമാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ രാശി നക്ഷത്രമൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും തുടർന്ന് വരുന്ന വീഡിയോകൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ഗ്രഹമാറ്റങ്ങളും എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.